കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ കേരള വിഷൻ്റെ ഒരു പരിപാടിയിൽ സംസാരിക്കണമെങ്കിൽ അതിൽ വലിയ ചില പ്രതിസന്ധികൾ അതിൽ സംസാരിക്കാൻ വരുന്നവർ നേരിടും. അത് ഞാൻ നിങ്ങളോട് വരുന്ന വഴിക്ക് ശ്രീ വിജേഷിനോട് സംസാരിച്ചതേ ഉള്ളൂ. വേറൊന്നുമല്ല, നമ്മളിതിൽ ലോകത്തെവിടെയെങ്കിലും ഒരു മികച്ച മാതൃക, കാരണം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാൻ നമ്മളെപ്പോഴും ലോകത്ത് പല സ്ഥലത്തുമുള്ള മാതൃകകളെയാണല്ലോ എടുക്കുക. ആ മാതൃകകളെ എടുത്തിട്ട് ആ മാതൃകകളെ വിശദീകരിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ എവിടെ ചെന്ന് അന്വേഷിച്ചാലും ഞാൻ ഇന്നലെ എല്ലാ AI പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ നോക്കി. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള സാങ്കേതികമായ സംഗതികൾ എവിടെ നിന്ന് കണ്ടെടുക്കാം എന്നൊക്കെയുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ AI പ്ലാറ്റ്ഫോമുകളും പറഞ്ഞു തരുന്നത്, നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കേരള വിഷൻ അല്ലെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമാണ് ഇതിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളതാണ്. കാരണം ഏറ്റവും മികച്ച മാതൃക എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മികച്ച മാതൃക ചോദിക്കുമ്പോൾ അവർ തരുന്ന ഉത്തരം, എല്ലാ പ്ലാറ്റ്ഫോമുകളും തരുന്ന ഉത്തരം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് അല്ലെങ്കിൽ കേരള വിഷനാണ്. കാരണം ടെക്നിക്കലി അത്ര ഗംഭീരമായി അപ്ഡേറ്റ് ചെയ്യാൻ നിരന്തരം കേരള വിഷന് കഴിഞ്ഞിട്ടുണ്ട്, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രയോഗം തന്നെ, ഞാനത് ഇന്നലെ ഗ്രോക്കിൽ നോക്കുമ്പോൾ ആദ്യം ഇങ്ങോട്ട് തരുന്ന പ്രയോഗം എന്നത് തന്നെ എന്താണ്, കോപ്പറേറ്റീവ് സെക്ടറിലൂടെ വളർന്ന ഒരു കോർപ്പറേറ്റ് എന്നുള്ളതാണ്. ഒരു കോർപ്പറേറ്റായി തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ഈ സംവിധാനത്തെ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കെന്താ വേണ്ടത്? ശരിക്കും നമ്മൾ മാറി നിന്ന്, അല്ലെങ്കിൽ നിരന്തരം എൻ്റെ ഒരു 25 വർഷത്തെ ടെലിവിഷൻ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് ഈ കേബിൾ നെറ്റ്വർക്കുകളെയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം അതിനെ കൂടി ഉപജീവിച്ചാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്, നമ്മുടെ മാധ്യമപ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റോളിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെ വികസിപ്പിക്കാം, ഏറ്റവും മികച്ച ടെക്നോളജി എങ്ങനെ പ്രയോജനപ്പെടുത്താം, ടെക്നിക്കൽ അപ്ഗ്രേഡേഷനിലൂടെ എങ്ങനെയാണ് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ കേരള വിഷനെ തോൽപ്പിക്കാൻ വേറൊരു കേബിൾ നെറ്റ്വർക്ക് ഇല്ല, അതിനകത്ത് സംശയമില്ല. പക്ഷേ എന്താണ് അപ്പോൾ പിന്നെ ലാക്ക് ചെയ്യുന്നത്? അതിപ്പോൾ പ്രാദേശിക ചാനലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് എന്നോട് വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുക, അതിൽ സംഭവിക്കുന്നത് ആ മാധ്യമ പ്രവർത്തനം എന്ന തലത്തിലേക്ക് പോയാൽ അതിൻ്റെ നിലവാരം അതിനൊപ്പിച്ച് വളർത്തിയെടുക്കുന്നതിൽ പിന്നോട്ടാണ് പലപ്പോഴും പല പ്രാദേശിക ചാനലുകളും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കണ്ടന്റിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് ലോകത്ത് വേറെ പല മാതൃകകളുമുണ്ട്. ഇപ്പം നമുക്ക് US മാതൃക എടുക്കാനുണ്ടാവും, കാനഡയിൽ മാതൃക എടുക്കാനുണ്ടാവും. അങ്ങനെ പല രാജ്യങ്ങളിലും ഈ കമ്മ്യൂണിറ്റി പ്രാദേശികമായി ആ ഏറ്റവും ഹൈപ്പർ ലോക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായി തുടർന്നും പ്രവർത്തിക്കാൻ വേണ്ട സാങ്കേതികമായ മാറ്റത്തിനൊപ്പം അതിൻ്റെ കണ്ടന്റിലും അതിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിലുമുള്ള മാറ്റമാണ് തീർച്ചയായും കേരള വിഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചാനലുകളിൽ വേണ്ടത് എന്നാണ് ഇതുവരെയുള്ള എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി. അപ്പം അതിന് വേണ്ടത് നിരന്തരമായ ആ നിലയ്ക്കുള്ള പരിശീലനം, നേരത്തെ പരിശീലനമൊക്കെ നൽകിയിട്ടുള്ളത് എനിക്കറിയാം. കേരള വിഷൻ്റെ ചാനലുകളിൽ ആ നിലയ്ക്കുള്ള പരിശീലനത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എനിക്കറിയാം. പക്ഷേ അത്തരം പരിശീലനങ്ങൾക്കപ്പുറം വളരെ ഫോക്കസ്ഡായ കുറേ കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് ലോകത്തെ അവസ്ഥ എടുത്തു പോയാൽ, കഴിഞ്ഞ 25 വർഷത്തെ ലോക അവസ്ഥ എടുത്തു പരിശോധിച്ചാൽ മാധ്യമപ്രവർത്തനം കൊണ്ട് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടുള്ളത് ആർക്കാണെന്നറിയാവോ? മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നു, മാധ്യമപ്രവർത്തകർക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ നിരന്തരം എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഗാസയിൽ ഏതാണ്ട് 200 പേർ കൊല്ലപ്പെട്ടു മാധ്യമപ്രവർത്തകർ എന്നുള്ള കണക്ക് വരുമ്പോൾ ആരാണ് ഈ മാധ്യമപ്രവർത്തകർ? ഈ കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകർ 10-9 പേർ പ്രാദേശിക ചാനലുകളുടെയും പ്രാദേശിക മാധ്യമങ്ങളുടെയും പ്രവർത്തകരാണ്. 10-9 പേർ.
അതായത് 200 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 190 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പൊ ഗാസയിലെ കാര്യം എടുത്താൽ 184 പേർ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. അവർ പ്രവർത്തിക്കുന്നത് ഈ സംവിധാനത്തിലൊക്കെയുള്ള, അതായത് ലോക്കൽ നെറ്റ്വർക്കുകളിലും പ്രാദേശിക ചാനലുകളിലും ഒക്കെ പണിയെടുക്കുന്നവരാണ്. അവർ ആ നിലയ്ക്ക് തന്നെയാണ്, അത്തരം പ്രാദേശിക ചാനലിൽ പണിയെടുത്തിരുന്നവർ തന്നെയാണ് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ തന്നെയാണ് യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഒക്കെ പ്രവർത്തിക്കുന്ന പ്രാദേശിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതൊരു റിസ്കി ജോബ്, മാധ്യമ പ്രവർത്തനം ഒരു റിസ്കി ജോബാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ അത് റിസ്കി ജോബാകുന്നത് ആർക്കാണ്? അത് ഏറ്റവും പ്രാദേശികമായ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും അതിനൊപ്പം അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ആ ടീമിനെ കൂടുതൽ അവരെ ബൗദ്ധികമായും അവരുടെ കണ്ടന്റിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളോടൊക്കെ മത്സരിക്കത്തക്കവണ്ണം വളർത്തുകയും ഒക്കെ ചെയ്യാനുള്ള ഇടപെടൽ പലതരത്തിൽ നടത്താം. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യം, ആരുമായും സഹകരിക്കാനുള്ള ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ആരുമായും സഹകരിക്കാനുള്ള ശേഷിയുള്ള പ്രസ്ഥാനമാണ് കേരള വിഷൻ. ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കുക, ഞാൻ ആ സ്റ്റാളുകളിലൂടെ എല്ലാം കയറി പോകുമ്പോൾ BBC എവിടെയുണ്ട്, അതുപോലെ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങൾ അവിടെയുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അവരുടെ സ്റ്റാളുകൾക്കപ്പുറത്ത് ഇവരുടെ സഹകരണം ഒരു സംശയവുമില്ലാതെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കൂടി കൊണ്ടുവരാനുള്ള ഇടപെടലുണ്ടാകും. കേരളത്തിലെ ഏത് മാധ്യമവുമായും നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ന്യൂസ് മലയാളം 24/7 ഭാഗമാണ്. അത് കേരള വിഷന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായും ന്യൂസ് മലയാളം 24/7 ഏത് തലത്തിൽ വേണമെങ്കിലും സഹകരിക്കാവുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും കേരളത്തിലെ ലോക്കൽ കേബിൾ TV നെറ്റ്വർക്കുകളുടെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നിന്നാണ് സഹകരിക്കാനുള്ള വിമുഖത എന്നാണ്. ഇപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സഹകരിക്കാനുള്ള വിമുഖത ഉണ്ടാവില്ല. കാരണം അവർ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിളിക്കുന്നിടത്ത് അവർ വരും. പക്ഷേ ആ അസോസിയേഷൻ ആ നിലയ്ക്ക് പരുവപ്പെടുത്തിയെടുക്കാനോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ട് അത് ഈ പ്രാദേശിക മാധ്യമങ്ങളുടെ, പ്രാദേശിക ചാനലുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഈ കണ്ടന്റിലുള്ള ആ ഒരു വളർച്ച ആ നിലയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ എടുത്താൽ ഇപ്പോൾ US-ലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, അവിടെയൊക്കെ ഈ പ്രാദേശിക ടെലിവിഷൻ ചാനലുകൾ, പ്രാദേശിക നെറ്റ്വർക്കുകൾ അവർ ചെയ്യുന്നത് പ്രധാനമായും ഏറ്റവും പ്രാദേശികമായ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ ശ്രീ സിബി സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും പ്രാദേശികമായ ഒരു വിഷയത്തിലേക്കും ഇവിടുത്തെ ചാനലുകൾ അപ്പോൾ തന്നെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം ഏറ്റവും പ്രാദേശികമായ വാർത്തകൾക്കും ഏറ്റവും പ്രാദേശികമായ വിഷയങ്ങൾക്കും വ്യൂവേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു പരിപാടിയാണ് ഈ 100 ന്യൂസ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക വാർത്തകൾ പോകുന്ന 100 വാർത്തകൾ വളരെ വേഗത്തിൽ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ. അത്തരം വാർത്തകൾക്കപ്പോൾ ആ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ, എല്ലാത്തിനെയും പൊളിറ്റിക്കലായി വളർത്താനും ഒരു രാഷ്ട്രീയമായ അഭിപ്രായം അതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാനുമുള്ള കൃത്യമായ ഇടപെടലും ശ്രമവും ഉണ്ടാവും. അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മണിയാശാന്റെ തന്നെയായിരുന്നു. അപ്പം വളരെ ആ പൊളിറ്റിക്കലായ കണ്ടന്റ് ഏറ്റവും പ്രാദേശികമായ ഒരു സ്ഥലത്ത് നിന്ന് പോലും ഉണ്ടാവും കേരളത്തെ മൊത്തം തിളപ്പിക്കാൻ തക്കവണ്ണം ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ വാർത്തയിലേക്കും ആ നിലയ്ക്ക് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഫോക്കസ് ചെയ്തു. പക്ഷേ അതിനൊപ്പം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരീക്ഷിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവത്തെ പല ആംഗിളിൽ കാണുക. നമ്മളിപ്പോൾ ഇവിടെ പിറവത്തുള്ള ഒരു വലിയ ഉത്സവം, അത് ഈ ഗരുഡം പറവ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഉത്സവമാണ്. നമ്മളതിനെ ഒരു 10 മിനിറ്റ് ഏറ്റവും പ്രാദേശികമായ ഒരു വിഷയമാണ്, ഒരു പ്രാദേശികമായ സ്ഥലത്തെ ഒരു പ്രാദേശികമായ സംഗതി, അത് 10 മിനിറ്റ് നമ്മളതിന് മാറ്റി വെച്ചത് ഒരു പ്രത്യേക പരിപാടിയായി നമ്മളങ്ങ് അവതരിപ്പിക്കുകയാണ്. ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ എന്ന നിലയ്ക്ക് പോകുന്ന ഒരു ചാനൽ അത്തരം പരിപാടികൾ ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ എല്ലാവരും ഇത്തരത്തിൽ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ലോക്കലായിട്ടുള്ള വിഷയത്തിൻ്റെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളിലേക്ക് പോകുമ്പോൾ ആ നിലയ്ക്ക്
ഒരു ആ നിലയ്ക്ക് ഒരു ഗൈഡ് ലൈൻസ് കൃത്യമായി പ്രാദേശികമായി ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംഗതി അതാണ്, കരിയർ ഗൈഡൻസ് ഒക്കെ. പക്ഷേ അത് വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിൽ നമ്മളിപ്പോഴും പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ തെറ്റിദ്ധാരണാജനകമായ ചില വിഷയങ്ങൾ, കുറേയേറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പല രാഷ്ട്രീയ വേദികളിലും അല്ലെങ്കിൽ മറ്റ് സെമിനാർ വേദികളിലുമൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ചില സംഗതികൾ, അതായത് ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് കടന്നു പോകുന്ന സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്ന കാര്യം, ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ വാസ്തവവിരുദ്ധമായ സംഗതികളാണ്. അപ്പം ഞാൻ പറയുന്നത് ഓരോ കണ്ടന്റിലും ആഴത്തിൽ പോയി പഠിച്ച് പ്രാദേശികമായി തന്നെ ആ വിഷയത്തെ അവതരിപ്പിക്കാനുള്ള പ്രാപ്തിയുള്ളവരാക്കി ടീമിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ലോക്കൽ കേബിൾ നെറ്റ്വർക്കിനെ ഏറ്റവും ഇനി അങ്ങോട്ട് മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട വിഷയമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സാങ്കേതികമായി നിങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആളല്ല, മാത്രമല്ല ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പിന്നോട്ടല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ കണ്ടന്റിൻ്റെ കാര്യത്തിലുള്ള വളർച്ചയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ട് തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. അതിലേറ്റവും കുറച്ച് ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും അതിലേറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അസോസിയേഷൻ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കാം, ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാം എന്നുള്ള കാര്യത്തിൽ വരുന്ന ചർച്ചകളെല്ലാം കേബിൾ ചാനലുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സാഹചര്യത്തെ അതിജീവിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തുക സാങ്കേതികമായിട്ടുള്ള വളർച്ചയിലേക്ക് മാത്രമാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇപ്പോൾ ലോക്കലിയുള്ള പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളും പരിപാടികളും അതിനൊപ്പം ഈ വിദ്യാഭ്യാസപരമായ സംഗതികൾ, കരിയർ ഗൈഡൻസ്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. സോഷ്യൽ മീഡിയയെ ഒപ്പം നിർത്താനാണ്, അല്ലെങ്കിൽ അത്തരം ഈ പറഞ്ഞ ഡിജിറ്റൽ സ്പേസിനെ ഒപ്പം നിർത്താനാണ് ഇപ്പോൾ ഉള്ള ഈ മുഖ്യധാര ചാനലുകൾ ശ്രമിക്കുന്നത്, എല്ലാ ചാനലുകളും ശ്രമിക്കുന്നത്. അത് ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളും അതിന് തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ന്യൂസ് 18 കേരള എന്ന് പറയുന്നത് ന്യൂസ് 18-ൻ്റെ ഇംഗ്ലീഷ് ചാനൽ ഇന്നിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, റേറ്റിംഗിൻ്റെ കാര്യത്തിൽ അവരാണ് ഇപ്പോൾ നമ്പർ 1 ഇന്ത്യയിൽ. റിപ്പബ്ലിക്കിനെയൊക്കെ പിന്നിലേക്ക് ആക്കിക്കൊണ്ട് ഈ ന്യൂസ് 18 മുമ്പോട്ട്, കേരള അല്ല, ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനലാണ് ഇപ്പോൾ ഏറ്റവും ഇംഗ്ലീഷ് ചാനലുകളിൽ റേറ്റിംഗ് ഉള്ള ചാനൽ. പക്ഷേ അവരുടെ ആസൂത്രണവും അവരുടെ ആലോചനകളും എല്ലാം എവിടെയാണ്? ഇപ്പോൾ അവരുടെ കേരളത്തിലെ ചാനലിലും ആ ചാനലിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിജിറ്റലിലാണ്. ആ കണ്ടന്റിൽ അവരോട് ഡിജിറ്റലിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ മാതൃഭൂമി, ഏറ്റവും വലിയ കേരളത്തിലെ മീഡിയ ഹൗസുകളിൽ ഒന്നായ മാതൃഭൂമി, ഏതാണ്ട് അതിൻ്റെ ഡിജിറ്റൽ ടീമിനെ പൂർണ്ണമായും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് അവരെ മുഴുവൻ, ഇപ്പോൾ കൊച്ചിയിലേക്ക് അവരുടെ ഓഫീസ് മാറുകയാണ്, അവർ ഡിജിറ്റലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനോരമ നമുക്കറിയാം നേരത്തെ തന്നെ ഡിജിറ്റൽ ഊന്നിയാണ് ആ സോഷ്യൽ മീഡിയയെയും ഡിജിറ്റൽ സ്പേസിനെയും പരമാവധി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് സ്വന്തം OTT പ്ലാറ്റ്ഫോം ഉണ്ട്, മറ്റ് സംഗതികളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഏത് മാധ്യമം നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, അങ്ങനെ ഇത് മാറി നിന്നുകൊണ്ട്, അതായത് മാറ്റി നിർത്തേണ്ട ഒന്നായി അതിനെ കാണുന്നില്ല. ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളും ഈ ഡിജിറ്റൽ സ്പേസിനെ ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വളരെ ഹൈപ്പർ ലോക്കൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലെയും അതുപോലെ സൈറ്റുകളും അത്തരം ലോക്കൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തന്നെ ആ നിലയ്ക്കൊക്കെയുള്ള പലപ്പോഴും ഈ കണ്ടന്റ് തന്നെയാണ് അതിൽ പോവുക. ഈ കേബിൾ നെറ്റ്വർക്കുകളുടെ റിപ്പോർട്ടർമാരെ തന്നെയാണ് സ്ട്രിങ്ങർമാരായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുക. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഈ ലോക്കൽ നെറ്റ്വർക്കുകളിലുണ്ട്. ലോക്കൽ നെറ്റ്വർക്കുകൾ പൂർണ്ണമായി കേരളത്തിൻ്റെ വാർത്തയെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നുള്ള സങ്കല്പം തന്നെ ഒരു തെറ്റായ സങ്കല്പമാണ്. അതായത് കേരളത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ടാണ് നമ്മളുടെ ഒരു ലോക്കൽ നെറ്റ്വർക്കിൻ്റെയും ആദ്യത്തെ തലക്കെട്ട് എന്ന് കാണേണ്ടതില്ല. അത്തരം വാർത്തകൾ, കേരളത്തിൻ്റെ പൊതുവാർത്തകൾ പോകാനുള്ള ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ വേറെ മാറ്റിവെക്കാം. പക്ഷേ ഏറ്റവും പ്രാദേശികമായ വിഷയങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത്. പിന്നെ ഇത് ഓരോ ചാനലുകളും ഓരോ സോഷ്യൽ മീഡിയ ഇവൻറ്റുകളും ഉറപ്പാക്കുന്ന ഒരു സംഗതി എന്താണ്? ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്.
ആ റിസൾട്ട് ഉണ്ടാക്കാനുള്ള എഫേർട്ട് പ്രാദേശിക ചാനലുകൾക്ക് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനം. അപ്പോൾ എന്താണ്, വസ്തുതകളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാദേശികമായി പോയി ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നടത്താൻ കഴിയുന്ന, ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് ഏറ്റവും പ്രാപ്തിയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ലോക്കൽ കേബിൾ ചാനലുകളാണ്. ഇപ്പം ഒരു മുഖ്യധാര, ഇപ്പം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ നാഷണൽ ടെലിവിഷനുകളെല്ലാം ഇങ്ങനെ നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഈ മേഖലയിൽ നിൽക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കും അറിയാം എന്തിനാണ് ഈ ചർച്ചകൾ മുഴുവൻ നടത്തുന്നത്. ഏറ്റവും പ്രാദേശികമായി ഒരു വാർത്തയെ വസ്തുതാപരമായി ആ ഗ്രൗണ്ടിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് ആ വാർത്ത ചർച്ചയാക്കണമെങ്കിൽ അതിന് വലിയ ചെലവാണ്. കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ വണ്ടി ഓടണം, റിപ്പോർട്ടർ പോകണം, ക്യാമറ പോകണം. ഈ സംവിധാനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എളുപ്പത്തിൽ ഈ സംവിധാനം ഓടിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്താണ്? 4 ചർച്ച നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയ വിവാദങ്ങളിലെ ചർച്ചകൾ മാത്രമായാണ് ഈ സംവിധാനം മുമ്പോട്ട് പോവുക. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എന്താ സംഭവം? ചിലരിങ്ങനെ ചില വീഡിയോകൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒഴിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ട്രാക്ഷൻ ഉണ്ടാക്കുന്ന, അഭിപ്രായം ഉണ്ടാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരെ ഒപ്പീനിയൻ പറയുകയാണ്, അവരവർക്കുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായം വിളിച്ചു പറയുകയാണ്. കേരളത്തിൽ അങ്ങനെയുള്ള ധാരാളം യൂട്യൂബ് ചാനലുകളുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ചില അഭിപ്രായങ്ങൾ ചില വിഷയത്തിൽ കാണും. ഒരു മേശപ്പുറത്ത് കയറി ഇരുന്നിട്ട് അവരവരുടെ അഭിപ്രായം തട്ടിമൂളിക്കും. എന്നിട്ട് അതിന് 10 ലക്ഷം വ്യൂവേഴ്സിനെ ഉണ്ടാക്കും, വരുമാനം ഉണ്ടാക്കും. ഇതാണ് അവരുടെ രീതി. അപ്പോൾ അവിടെയും ലാക്ക് ചെയ്യുന്ന എന്താണ്? വസ്തുതയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് എന്നുള്ള വസ്തുത സാധാരണക്കാരൻ അറിയാൻ അവിടെയും സത്യത്തിൽ, അതായത് ഇത്രയും അധികം ഇന്റർനെറ്റ് പെനിട്രേഷനുള്ള, ഏറ്റവും അധികം ഇന്ത്യയിൽ ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം ആളുകൾ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും ഒക്കെ ആശ്രയിക്കുന്ന കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വസ്തുത അറിയാനുള്ള മാർഗമായി, വിശ്വാസ്യമായ ഒരു മാർഗമായി അവർക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റില്ല, ഈ സോഷ്യൽ മീഡിയയെ. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. വസ്തുതയിൽ നിന്ന് വളരെ അകലെയാണ് അവരെല്ലാം എന്നുള്ള വസ്തുതയുണ്ട്. അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഗ്രൗണ്ട് റിപ്പോർട്ടുകളെ വളരെ ശക്തമായി, അതിൽ എന്താണ്, പലപ്പോഴും ലോക്കൽ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള ആരോപണം എന്താണ്? വളരെ ബയസ്ഡ് ആവും. കാരണം പ്രാദേശികമായി തന്നെ ഉള്ള ആളുകളാണ്, അവർക്ക് പ്രാദേശികമായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവരൊരു വാർത്തയെ ഫ്രെയിം ചെയ്യുക. ഈ ആരോപണം ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ലോക്കൽ ചാനലുകൾ നിരന്തരം നേരിടുന്ന ആരോപണമാണ്. ആ ആരോപണത്തെ ഒഴിവാക്കാൻ എന്താണ് അതിന് വേണ്ടത്? പ്രൊഫഷണലിസമാണ്. ആ പ്രൊഫഷണലിസത്തിലേക്കാണ് സംവിധാനത്തെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത്. അതിനുവേണ്ട പരിശീലനത്തിലേക്കാണ് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏറ്റവും ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്നത് ഏറ്റവും കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഈ ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളിലെ ചാനലുകൾ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഈ കേരളത്തിൽ പോലും ഈ പ്രാദേശികമായ വിഷയങ്ങളിലേക്കും വാർത്തകളിലേക്കുമൊക്കെ ആളുകൾ ഓടിയെത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിൽ രാഷ്ട്രീയ സാധ്യത മാത്രമാണ് ആരായുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യത്വം പ്രവർത്തിക്കേണ്ട റിപ്പോർട്ടുകളുണ്ടല്ലോ, ഈ റിപ്പോർട്ടുകളിലേക്ക്, അത്തരം വിഷയങ്ങളിലേക്ക് ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകൾ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രാദേശികമായി ആളുകൾ തേടി വരിക തന്നെ ചെയ്യും. അതിനകത്ത് സംശയമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ തക്കവണ്ണമുള്ള എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ററാക്റ്റീവ് പ്രോഗ്രാമുകളാണ് പരമാവധി ഒരു ടെലിവിഷൻ ചാനലിൽ ഉണ്ടാവുക. മനോരമ തമ്പോല കളിപ്പിക്കുന്നത് എന്തിനാണ്? ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മനുഷ്യനുമായി അത്രയും ആ നിലയ്ക്ക് കൂടി കണക്റ്റഡായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സംവിധാനം വേണമെങ്കിൽ, അത്തരമൊരു ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ വേണമെങ്കിൽ അത് മെല്ലെ മെല്ലെ അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം 30% മൊത്തം നെറ്റ് കണക്ഷനുകളിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തൽ പല സ്ഥലത്ത്. എനിക്ക് അതിൻ്റെ കൃത്യം കണക്കറിയില്ല. പക്ഷേ ഈ കണക്ഷനുകളിൽ, കേബിൾ കണക്ഷനുകളിൽ ആളുകൾ കേബിളിനെ ആശ്രയിക്കുന്നതിലൊക്കെ ആ കുറവുണ്ടാകുന്നു. ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനാണ്? ഈ നെറ്റ്വർക്ക്. ഇപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആശ്രയിക്കുന്നു. ബാക്കി അവർ ആ ബ്രോഡ്ബാൻഡ് കണക്ഷനിലൂടെ യൂട്യൂബിലേക്കും OTT പ്ലാറ്റ്ഫോമുകളിലേക്കും ഒക്കെ പോകുന്നു എന്ന പൊതു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ അതിനപ്പുറത്ത് പ്രാദേശികമായ വിഷയങ്ങളിലേക്ക്, ഇപ്പോൾ വാർത്ത മാത്രമല്ല നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഞാൻ വാർത്തയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ പ്രാദേശികമായ 100 കാര്യങ്ങളുണ്ടാവും, ഉത്സവങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും ഞാൻ 1-2 ലോക്കൽ കേബിൾ ചാനലുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെ കാണുന്നതും എന്താണ്, കേരളത്തിലെ എല്ലാ വാർത്തകളും കൈകാര്യം ചെയ്യേണ്ട ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ്. കേരളത്തിലെ എല്ലാ വാർത്തകളും കൈകാര്യം ചെയ്യാനുള്ള ചില എന്താണ് പ്രോഗ്രാമുകളോ ചില സമയമോ ഒക്കെ അതിന് കൊടുക്കാം. ബാക്കി ഏറ്റവും
പ്രാദേശികമായ വാർത്തകളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനെ ഏറ്റവും നിലവാരത്തിൽ കൊടുക്കുക, അതിനെ ഈ പരസ്പരം ലിങ്ക് ചെയ്ത് നിലനിർത്തുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇപ്പോൾ ഈ മുഖ്യധാര ലെഗസി മീഡിയയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സംഗതിയും. അതായത് ഇന്ത്യയിലെ ഒന്നാമത്തെ ചാനൽ പോലും ആലോചിക്കുന്നത് ഡിജിറ്റലിൽ എങ്ങനെ, അതായത് സോഷ്യൽ മീഡിയയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഡിജിറ്റൽ സ്പേസിൽ എങ്ങനെ കൂടുതൽ വളരാം എന്നുള്ളതാണ്. ഇൻകം ഇനി അവിടെ ആണ് എന്നുള്ള കണക്കുകൂട്ടലിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഈ 2025 ഒരു പ്രത്യേകത, അമേരിക്കയിലെ ഈ കേബിൾ നെറ്റ്വർക്കുകളെ അതിജീവിക്കുക, അതായത് മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ OTT പ്ലാറ്റ്ഫോമുകളുമൊക്കെ കേബിൾ നെറ്റ്വർക്കുകളിലൂടെ വരുന്ന മാധ്യമങ്ങളെ കടന്ന് മുന്നോട്ട് പോകുന്ന വർഷമായിരിക്കും 2025 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാറ്റം ലോകമെമ്പാടും സംഭവിക്കുന്നതാണ്. ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ ഈ സാങ്കേതികമായി നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റത്തിനൊപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റിലെ മാറ്റം കൂടിയാണ് നിങ്ങൾ വരുത്തേണ്ടതെന്നാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ തൽക്കാലം തുടർന്നുള്ള ഈ ചർച്ചകളുടെ ഭാഗമായി നമുക്ക് പോകാമെന്നാണ് കരുതുന്നത്. മനീഷ് എത്തിയിട്ടില്ല തോന്നുമെങ്കിലും അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി തുടർന്നുള്ള ചർച്ചകളിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശിക ചാനലുകൾക്ക് ഇനിയും വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഹർഷൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എത്രത്തോളം പ്രാദേശിക ചാനൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ദീർഘവീക്ഷണത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇനിയും നമ്മൾ ചാനൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് മനീഷ് വന്നില്ല രാജ്മോഹൻ മാബ്ര സംസാരിക്കും. ഈ ശില്പശാലയുടെ